നമസ്കാരം. ഊർങ്ങാട്ടി പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭാഗഭാക്കായ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു ഉദ്ഘാടനം ചെയ്തു. ഊർങ്ങാട്ടി പഞ്ചായത്തിൽ അവശേഷിക്കുന്ന 28 ഹെക്ടർ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാടശേഖര സമിതി കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ നിഷിത അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ മൈത്ര GUP സ്കൂൾ വിദ്യാർത്ഥികൾ പാടത്തെത്തി കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായത് അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായ പകർന്നു. അവശേഷിക്കുന്ന നെൽകർഷകരെ നിലനിർത്തുന്നതിനായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹായവും ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി കൺവീനർ സിദ്ദീഖ് മൈത്ര പറഞ്ഞു. ഊർങ്ങാട്ടി പാടശേഖര സമിതിയിൽപ്പെട്ട കുഞ്ഞാൻകുട്ടിയുടെ പാടത്തിൽ നിന്നാണ് കൊയ്ത്ത് നടന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി, ബഷീർ VK, മോഹൻദാസ്, ധനോജ് മാസ്റ്റർ, കൃഷി അസിസ്റ്റന്റ് അനൂപ, BP ഗോപാലകൃഷ്ണൻ, SMC ചെയർമാൻ ജാഫർ, ആലിക്കുട്ടി VK, അലി P തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഏറനാട് ന്യൂസ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഊർങ്ങാട്ടി പാടശേഖരത്തിന്റെ കൊയ്ത്തുത്സവത്തിലേക്കാണ് നാം ഇവരും രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്കെന്നല്ല, പുതുതലമുറയിലെ പുതുതായിട്ടുള്ള എല്ലാവർക്കും കൃഷി എന്ന് പറയുന്നത് ഒരു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട, കണ്ടിട്ടില്ലാത്ത എന്തോ പോലെയാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത്. കാരണം കൃഷി ചെയ്യാന്നത് നമ്മുടെ എല്ലാ മേഖലയിലും വേണ്ടി നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നല്ലൊരു ഫണ്ട് തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ പരിമിതി ഒന്നല്ല ഇതിൻ്റെ കാരണം. നമ്മൾ ലാഭം അതാണ്. ഇന്ന് കൃഷി ചെയ്യുന്ന ഇവിടെ കവുങ്ങ് തൈയൊക്കെ വെച്ച് നമ്മുടെ പാടം മണ്ണിട്ട് നികത്തിക്കൊണ്ട് പോവുകയാണ്. അതില്ലാതാവണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ കൃഷി ഉണ്ടാവുകയുള്ളൂ. നെൽകൃഷി ഇല്ലാതായിട്ട് ഇപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളോട് മക്കളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ അരി ഉണ്ടാകുന്നതോ ചോദിക്കുമ്പോൾ അവർക്ക് കാണിച്ചു തരാനോ പറഞ്ഞു തരാനോ അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതുണ്ടാവരുത്. മൈത്ര സ്കൂളിലെ കുട്ടികൾ ഇവിടെ കൃഷി ഓഫീസർ പറഞ്ഞു, അവർ ഏത് കൃഷി നടത്തുകയാണെങ്കിലും എവിടെ നമ്മുടെ പാടത്ത് കൃഷി നടത്തുകയാണ്, നെല്ല് ഇപ്പം നമ്മൾ ഞാറ് പറിക്കുന്നിടത്ത് നടുന്നിടത്ത് ഒക്കെ നമ്മുടെ കുട്ടികളോട് എത്താറുണ്ട്. നമ്മുടെ അധ്യാപകർ അവരെ പ്രത്യേകിച്ച് ഇവിടെ എത്തിക്കാറുണ്ട്. എല്ലാ കൃഷി നടക്കുന്നവർക്കും അത് അവർക്കൊരു കാണിച്ചു കൊടുത്ത് എങ്ങനെയാണെന്നുള്ളത് അവരെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷി ഇപ്പം എല്ലാവരും നെൽകൃഷിയിലേക്ക് കൃഷി ചെയ്യാൻ പലവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്രയും ധൈര്യസമേതം 1 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നന്നായിട്ട് ചെയ്ത് വിളവെടുപ്പിന് തയ്യാറാക്കിയിട്ടുള്ള ഇവിടുത്തെ കൃഷിക്കാരൻ കുഞ്ഞാൻകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഊർങ്ങാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക പഞ്ചായത്താണ്. കൃഷിയിൽ നിന്നാണ് 70% വരുമാനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തന്നെ 28 ഹെക്ടറിലാണ് നെൽകൃഷി ഉള്ളത്. ഏകദേശം 60ഓളം കർഷകർ ഇപ്പോഴും നെൽകൃഷി ഉപജീവനമാർഗമാക്കിയവർ തന്നെ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. ഈ കൃഷിയിൽ നിന്ന് നമുക്കറിയാം, നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം ചിലവ് കൂടുതലും വരുമാനം കുറവും ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷി വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഊർങ്ങാട്ടി പഞ്ചായത്തും സംയുക്തമായി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കർഷകർക്ക് നെൽവിത്ത് വിതരണം, അതുപോലെ തന്നെ കൂലിച്ചെലവ് സബ്സിഡി, മറ്റുള്ള കൃഷി വകുപ്പിൻ്റെ ആണെങ്കിൽ വിതപ്പയർ, മറ്റ് സൂക്ഷ്മമൂലകങ്ങൾ അടിക്കുന്നതിനുള്ള സഹായം, ഇതുപോലെ പല രീതിയിലുള്ള സബ്സിഡിയും നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. എങ്കിലും നെൽകൃഷി എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യം, പൂർണ്ണമായ താല്പര്യം എന്നുള്ളത് കൊണ്ട് മാത്രമേ നിലനിൽക്കൂ എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ പരമാവധി കർഷകരെ ഇതിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള 28 ഹെക്ടർ നെൽകൃഷി എങ്കിലും തുടർന്നും കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിന് പറ്റാവുന്നത്ര സപ്പോർട്ട് കർഷകർക്ക് കൃഷിഭവൻ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഉണ്ട് എന്നുള്ളതും സന്തോഷകരമാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഇതിൻ്റെ അളവ് കൃഷി രീതികൾ, കൃഷിൻ്റെ പാടശേഖരങ്ങൾ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ നിലനിർത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള കൊയ്ത്തുത്സവങ്ങൾ നടത്തുന്നത്. ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നെൽകൃഷിയാണെങ്കിലും മറ്റെന്തെങ്കിലും കൃഷിയാണെങ്കിലും അയാൾ കൃഷി ചെയ്യുമ്പോൾ അത് അയാൾക്ക് വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക സർക്കാരുകളും അതുപോലെ സ്റ്റേറ്റ് സർക്കാരൊക്കെ ചെയ്യേണ്ടത് സബ്സിഡികൾ വർദ്ധിപ്പിച്ച് കൊണ്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ.
സാമ്പത്തികമായിട്ട് പല ആൾക്കും നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കൃഷി രീതിയിലേക്ക് ആരും വരാത്തത്. അതുകൊണ്ട് പിന്നെ ഉറങ്ങാട്ടി പാടശേഖര സമിതി മറ്റ് മേഖലയിലില്ല പാടങ്ങൾ കൃഷി ചെയ്യാത്ത ആളുകളെ കൃഷി ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.